ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന ക്വസ്റ്റ്യനാണ്, നിൻ്റെ മുടിക്ക് എന്നാ നീ തേക്കല്, നിൻ്റെ മുടി എന്നാ ഇത്ര സ്മൂത്തായിട്ടുള്ളത് എന്നല്ല. പ്രത്യേകിച്ച് അങ്ങനെ മുടിക്കൊന്നും തേക്കലൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ വീട്ടിൽ കിട്ടുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ടാവില്ലേ, മീൻസ് ഇങ്ങനെ ഫ്ലാക്സ് സീഡ്, ചെമ്പരത്തി, അങ്ങനത്തെ ഓരോന്നെല്ലാം ട്രൈ ചെയ്യും. അപ്പോൾ പിന്നെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഇവളൊന്നും നമുക്കത് പറഞ്ഞു തരാത്തേ. അപ്പം ഞാൻ പറഞ്ഞുതരാം ഞാൻ എന്നാൽ തലയിൽ തേക്കല്. കമൺ ഗൈസ്, ആദ്യം നമുക്ക് എൻ്റെ മുടിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കാം. മുടി അത്യാവശ്യം കുറച്ച് ഡാമേജ്, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്കിനി വേണ്ടത് ചെമ്പരത്തിയാണ്. ആദ്യം ഞാൻ ചെമ്പരത്തി പറിക്കാൻ ഒറ്റക്കാന്ന് ഇറങ്ങിയത്. പക്ഷെ പറിച്ച് വരുമ്പം എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഏൻ്റി ഉണ്ടായിരുന്നു. ഏൻ്റി എനിക്ക് കുറേ ചെമ്പരത്തി പറിച്ചാണ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് കൂർക്കളിച്ചപ്പാണ്. കൂർക്കളിച്ചപ്പ് നമുക്ക് വീട്ടിൻ്റെ ബാക്കത്തെ സൈഡിൽ കുറേ ഉണ്ട്. അതുകൊണ്ട് തന്നെ ദൂരെ ഓടി പോകേണ്ടി വന്നിട്ടില്ല. ഒരു 5-8 കൂർക്കളിച്ചപ്പ് മതി. അത് നല്ല തന്നെ നോക്കിയെടുക്കണേ. പുഷു വന്നോന്ന് എടുത്തുകൂടാ. പുഷു വന്നാലും എടുത്താൽ മുടിക്ക് മോശമാണ്. കുറച്ച് മതി. എന്നിട്ട് അതെല്ലാം പൊട്ടിച്ച് നല്ല നീറ്റായിട്ടുള്ള തന്നെ പൊട്ടിച്ചേ. ചെമ്പരത്തിൻ്റെ പച്ചത്തണ്ടും ചെമ്പരത്തി പൂവും സെപ്പറേറ്റ് ആക്കുക. കാരണം നമുക്ക് ചെമ്പരത്തി പൂവിൻ്റെ മാത്രം ആവശ്യമുള്ളൂ. അപ്പോൾ അത് രണ്ടും സെപ്പറേറ്റ് ആക്കി വെക്കുക. ഞാൻ ഏകദേശം ഒരു 3 കൊല്ലത്തോളമായി ഈ പാക്ക് ഉപയോഗിക്കും. എൻ്റെ മുടിക്ക് അത്യാവശ്യം നല്ല മാറ്റം ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിത് ഏകദേശം ഒരു വീക്കിലി 2 അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് പറ്റുന്ന സമയത്തെല്ലാം ഞാൻ ട്രൈ ആക്കലുണ്ട് തലയിൽ. പിന്നെ നമ്മൾ ഒരു പാത്രത്തിനകത്ത് 1 കപ്പ് വെള്ളം ഒഴിക്കുക. നമ്മളെ മുടിക്ക് എത്രയാണെന്ന് വേണ്ടി നമുക്ക് അളവ് കറക്റ്റ് അറിയായിരിക്കുമല്ലോ. നമ്മളോരോ സാധനം തല തേക്കുമ്പോൾ എത്രത്തോളം എടുക്കണം എന്നുള്ളത്. എന്നിട്ടാകുമ്പോൾ ഒരു 3 സ്പൂണ് ഫ്ലാക്സ് സീഡ് ഇടുക. എൻ്റെ തലക്ക് 3 സ്പൂണ് മതി. കാരണം മുടി മുറിച്ചുകൊണ്ട് കുറച്ചല്ലേ ഉള്ളൂ. 3 സ്പൂൺ ഫ്ലാക്സ് സീഡ് ഇട്ടു. എന്നിട്ടാകുമ്പോൾ നല്ലോണം ആ ഫ്ലാക്സ് സീഡ് വെള്ളത്തിൽ അലിയിക്കുക എന്നല്ല, മുകളിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ പൊന്തി വെക്കും. അതെല്ലാം വെള്ളത്തിൻ്റെ അടിയിൽ പോകുന്ന രീതിയിൽ നല്ലോണം അലിയിക്കുക. എന്നിട്ടാകുമ്പോൾ നമ്മൾ ആ പറിച്ച് വെച്ച കൂർക്കലച്ചപ്പും ആ ചെമ്പരത്തീൻ്റെ പൂവും കൂടെ ഈ വെള്ളം തിളച്ച് വെച്ചാകുമ്പോൾ അതിലിടുക. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. കാരണം അത് ചിലപ്പം അടിക്ക് പിടിക്കാൻ വെച്ചാൽ ചപ്പ അങ്ങനെ ഉള്ളിൽ പറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പം നല്ലോണം അതൊന്ന് ഇളക്കി കൊടുക്കുക. Take me back to California. I wanna go back to 2018. I wanna go back to when I was happy. So take me back to California, please. Take me back. Take me back to that time. One good friend was in my life. California seems so far away from me. Made my first album. It came out the same day as Kanye's. I made my best single. Came out and felt so great. അത്യാവശ്യം നമ്മൾ തലക്ക് വേണ്ടുന്ന രീതിയിൽ വറ്റിന്ന് കണ്ടാൽ അടുപ്പത്തു നിന്ന് കിഴിച്ചിട്ട് നല്ലോണം തണിയാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ഫാനിൻ്റെ ചുവട്ടിലാകുമ്പോൾ വെച്ച് തണിച്ചെടുത്താൽ മതി. തന്നുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തലയിൽ നമ്മൾ എപ്പോഴും ഡെയിലി തേക്കുന്ന എണ്ണ ഏതാണോ ആ എണ്ണ ഒരു 3-2 ഡ്രോപ്സ് എടുത്തിട്ട് തലേൻ്റെ ഉള്ളിൽ നല്ലോണം മസാജ് ചെയ്യുക.
ഞാൻ തേക്കുന്ന എണ്ണ അതാ ഭൂമികേൻ്റെ എണ്ണയാണ്. അത് നല്ലോണം എടുത്തിട്ട് നമ്മളെ തലയോട്ടിക്ക് നല്ല വൃത്തിക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. ഉള്ളിൽ നമുക്ക് എവിടെയാണ് മുടി കൊഴിച്ചിൽ കൂടുതൽ അവിടെയെല്ലാം നല്ലോണം തേച്ച് നല്ല വൃത്തിക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാകുമ്പോൾ മുടി നല്ല വൃത്തിക്ക് പൊക്കിയിട്ട് കെട്ടി വെക്കുക. ആ സമയം കൊണ്ട് നമ്മൾ തണിയാൻ വെച്ചത് പകുതി തണിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പകുതി ചൂട് തന്നെ അരിക്കണം. കാരണം നല്ലോണം തണിഞ്ഞാൽ നമുക്ക് ധരിക്കാൻ പറ്റില്ല, ഫ്ലാക്സീഡ് ജെല്ല് പോലെ ആവും. അത് നല്ലോണം അരിപ്പേൻ്റെ അകത്ത് വെച്ചിട്ട് അരിച്ചെടുക്കുക. അങ്ങനെ ധരിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ അതിലത്തെ ആ ജെല്ല് മാത്രം നമുക്ക് എടുക്കാൻ പറ്റും. അത് നല്ലോണം തണിഞ്ഞ് പച്ച വെള്ളം പോലെ ആവുന്ന രീതിയിൽ വെക്കുക. എന്നിട്ടാകുമ്പോൾ നമ്മളെ തലയോട്ടിയിലും മുടിക്കും എല്ലാം നല്ല വൃത്തിക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക, നല്ല മസാജും കൊടുക്കുക. എന്നിട്ടാകുമ്പോൾ മുടി സെക്യൂറായിട്ട് കെട്ടി വെക്കുക. 1 ഹവറോളം തലയിൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. തണുപ്പൊന്നും ഉള്ളവരൊന്നും അധികം നേരം തലയിൽ വെക്കാൻ നിൽക്കണ്ട. അപ്പോൾ നമുക്ക് ആഫ്റ്റർ എയർ വാഷ് ഇങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് റിസൾട്ട്, ഫൈനൽ റിസൾട്ട് ഇതാണ്. അപ്പോൾ 1 ടൈം യൂസിനൊന്നും നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റില്ല. ഒരു 1 മന്തൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ആക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഗായ്സ്.